ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന, അതായത് ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്, അപ്പം ഇനി വരാനിരിക്കുന്ന ഒരാഴ്ചയിലെ ഫുൾ വിശേഷമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് പ്രമോയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചോണേ. അപ്പോൾ നേരെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ ഇന്നത്തെ അവസാന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രയുടെ കഴുത്ത് ഇതുവരെ നേരെയൊന്നും ആയിട്ടില്ല കേട്ടോ. അതവിടെ തന്നെ നിൽക്കുകയാണ്. ചന്ദ്രയുടെ കഴുത്ത് നേരെ ആക്കുന്നത് രേവതിയൊക്കെ തന്നെയാണ്. നമ്മുടെ രേവതിയുടെ കയ്യിലില്ലാത്ത എന്താ പറയാ വിദ്യകളൊന്നും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി തന്നെയാണ് ചന്ദ്രയുടെ കഴുത്ത് തിരുമ്മി നേരെയൊക്കെ ആക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറാക്കുന്നില്ല. അപ്പൊ അതിനേക്കാളും വലിയ സംഭവങ്ങളൊക്കെ ഇനിയിപ്പം അടുത്ത ആഴ്ച വരാൻ പോകുന്നുണ്ട്. അപ്പൊ അത് കേൾക്കാനായിരിക്കുമല്ലോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. ട്വിസ്റ്റുകൾ, നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം പൊളിയുന്നതൊക്കെ കേൾക്കാനാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടം. അപ്പൊ അത് തന്നെയാണ് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വരാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ശ്രുതിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് മീര വരുന്നു. മീര ഒരു ചെറിയൊരു ഫോട്ടോയും കൊണ്ട് വരികയാണ്. അപ്പം എന്തോ ലക്ഷ്മിയുടെ എന്തോ ഒരു ഫോട്ടോയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ കടയിൽ ഫോട്ടോസ് ഒന്നും വെച്ചിട്ടില്ലായിരുന്നു ദൈവങ്ങളുടെ. അപ്പൊ അതുകൊണ്ട് മീര കൊണ്ടുവരികയാണ്. അപ്പൊ മീര കൊണ്ടുവരുന്നത് അത് ശ്രുതി പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പം ശ്രുതി പറഞ്ഞിട്ട് മീര കൊണ്ടുവന്ന് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പൊ ശ്രുതി അത് മേടിക്കുന്നു. അപ്പൊ ഇതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയോട്, ഇത് ഒരു ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയാണ്, സരസ്വതി ലക്ഷ്മി അതോ ലക്ഷ്മി അങ്ങനെ എങ്ങാണ്ട് എന്തോ പറയുന്നുണ്ട് കേട്ടോ. ഇതിവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ വളരും, അതുപോലെ നമുക്ക് ഒത്തിരി പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറയാണ്. അപ്പം ആ ഒരു വിഗ്രഹമല്ല, ഒരു ഫോട്ടോ അവിടെ തൂക്കി വെക്കുകയാണ് കേട്ടോ, അവിടെ തൂക്കിയിടുകയാണ് കേട്ടോ. അപ്പം തൂക്കിയൊക്കെ ഇട്ടു. അതിൽ മാല ഇടണം. അപ്പം മാല ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ രേവതിയോട്. അപ്പൊ രേവതി കുറച്ചു നേരം കഴിയുമ്പോൾ കൊണ്ടു തരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പൊ അങ്ങനെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. അപ്പൊ ഇതിനിടയിൽ പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രേവതിനെയാണ്. അപ്പൊ രേവതി ഇങ്ങനെ പൂക്കളൊക്കെ വിൽക്കാനായിട്ട് നടക്കുകയാണല്ലോ. അപ്പം പൂക്കളൊക്കെ ഇങ്ങനെ ഓരോ കടകളിൽ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഓരോ കടകളിലൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. കാരണം കടകളിലൊക്കെയാണല്ലോ ഈ പൂക്കൾ കൂടുതലും അവർ മേടിക്കുന്നത്, വിഗ്രഹത്തിൽ തൂക്കാനും അതുപോലെ കടയുടെ ഫ്രണ്ടിലൊക്കെ ഇടാനും ഒക്കെ ഫ്രഷ് രാവിലെ തന്നെ മേടിക്കുമല്ലോ. അപ്പം അങ്ങനെ എല്ലാ കടകളിലൊക്കെ കൊണ്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ രേവതി ആ കാഴ്ച കണ്ട് കണ്ണ് തള്ളുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇളയച്ചനില്ലേ വീരാനിക്കാനെ കണ്ടു. പെട്ടെന്ന് രേവതി പേടിച്ചു പോവാണ് കേട്ടോ. വീരാനിക്ക എന്താ ഇവിടെ, വീരാനിക്കയല്ല ഇളയച്ചൻ എന്താ ഇവിടെ, ഇത് ശ്രുതിയുടെ ഇളയച്ചനാണല്ലോ, ഇത് എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് വല്ലാണ്ടങ്ങ് പേടിച്ചിട്ടല്ല, അത്ഭുതപ്പെടുവാണ്. കാരണം ഇളയച്ചൻ എവിടെയാ, മലേഷ്യയിലോ അങ്ങനെ എങ്ങാണ്ടാണല്ലോ. പിന്നെ എങ്ങനെ ഈ പുള്ളിക്കാരൻ ഇപ്പൊ ഇവിടെ വരുന്നത് എന്നിങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ ഒരു സമയത്ത് വീരാനിക്ക കണ്ടിട്ട് വീരാനിക്ക എന്ത് ചെയ്തു, ഓടി നമ്മുടെ ശ്രുതിയുടെ കടയിലേക്കാണ് ചെന്ന് കയറുന്നത്. അപ്പൊ ശ്രുതിയുടെ കടയിലേക്ക് കയറുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ മീരയും അതുപോലെ തന്നെ ശ്രുതിയും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങോട്ട് പോയി കേട്ടോ. അപ്പം എന്താ വീരാനിക്ക ഇവിടെയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ആ പെണ്ണില്ലേ രേവതി, നിന്റെ അനീത്തിയല്ലേ, നിന്റെ അനീത്തി എന്നെ കണ്ടു, മിക്കവാറും ഇവിടെ വരാൻ ചാൻസും ഉണ്ടെന്ന്. അപ്പൊ ഇങ്ങോട്ടേക്ക് ഓടി വരികയും ചെയ്തു. അപ്പം വീരാനിക്കാനെ ഒളിപ്പിച്ച് നിർത്തുകയാണ് നമ്മുടെ മീര. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയാത്തത്, ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമുക്ക് കഥയിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വ്യക്തമായിട്ട് അങ്ങ് ഒത്തിരി വലിച്ചു നീട്ടി അങ്ങ് പറയാത്തത്, ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ രേവതിയും ആ ഒരു സമയത്ത് അവിടെ എത്തുകയാണ്. അങ്ങനെ രേവതി അവിടെ എത്തുമ്പോഴത്തേക്കും ശ്രുതിക്ക് പൂമാല കൊണ്ടുവരുന്നതാണ് കേട്ടോ ആ ഒരു ഫോട്ടോയിൽ ചാർത്താനായിട്ട്. അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ മീര ഒളിപ്പിച്ച് നിർത്താൻ വേണ്ടി ശ്രമിക്കുക വീരാനിക്കാനെ കണ്ടു കഴിഞ്ഞാൽ തീർന്നില്ലേ, അവിടെ തീർന്ന് നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം അവിടെ പൊളിയും. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും വീരാനിക്കാനെ ഒളിപ്പിക്കാൻ നോക്കുന്നു. അപ്പൊ അവിടെ രേവതി വരുന്നു. രേവതി വന്നിട്ട് പൂമാല കൊണ്ടുവന്നതാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും, എന്നാ ഞാനത് ഇട്ടോളാന്ന് പറയുമ്പോ, വേണ്ട, എല്ലാ കടയിലും ഞാൻ കൊണ്ടു തന്നെയാണ് പൂമാല ഇടുന്നത്, ഞാൻ കെട്ടിയ പൂമാല ഞാൻ ഇട്ടോളാം, ഏതായാലും ഇത് ആദ്യമായിട്ടല്ലേ ഞാനിവിടെ പൂമാല കൊണ്ട് തരുന്നത്, അപ്പൊ ഞാൻ ഇട്ട് തരാമെന്നും പറഞ്ഞ് രേവതി തന്നെ ആ പൂമാല ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ രേവതിക്ക് ഇടാൻ നോക്കുമ്പോഴത്തേക്ക് ഇടാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് വീരാനിക്ക, എന്നാ പിന്നെ ഞാൻ ചെന്ന് സഹായിക്കട്ടെ എന്ന് മീരയോട് ചോദിക്കുമ്പോൾ, എന്റെ പൊന്ന് വീരാനിക്ക പടമായിട്ട് ഫോട്ടോയിൽ ഇതുപോലെ മാല ഇടേണ്ട ഒരു അവസ്ഥ വരും, ആ ശ്രുതി നിങ്ങളെ കൊല്ലും, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞ് വീരാനിക്കാൻ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി അവിടെ നിന്ന് വർത്താനമൊക്കെ പറയുന്നു, ബിസിനസിന്റെ കാര്യമൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും നമ്മുടെ ശ്രുതിക്കൊന്ന് പറഞ്ഞു വിടണം രേവതിനെ. പക്ഷെ രേവതി ഇട്ട് പോകുന്നുമില്ല, രേവതിനെ ഒഴിവാക്കാൻ നോക്കിയിട്ട് പറ്റുന്നുമില്ല. ആ ഒരു സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ശ്രുതിയും കയറി വന്നു. അതിനോടൊപ്പം തന്നെ സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷും കയറി വരിക. അപ്പൊ സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷും കയറി വന്നു. എല്ലാവരും കൂടെ വന്നപ്പോൾ ആകെപ്പാടെ ഒരു വെപ്രാളം ആയി പോവുക ശ്രുതിക്ക്. അപ്പൊ ശ്രുതി സച്ചിനെയും ആ കൂട്ടുകാരനെയും കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നു. ശ്രുതിയും അന്തം വിട്ടു പോയി. അങ്ങനെ സാധാരണ സച്ചി വരാറില്ലല്ലോ കടയിലേക്ക്.
അപ്പം നമ്മുടെ രേവതി അവിടെയുണ്ട്. അപ്പൊ രേവതി എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പൂവും കൊണ്ട് വന്ന് രേവതി സച്ചിയോട് പറയുകയും ചെയ്തു. അപ്പൊ സച്ചി പറഞ്ഞു, അതെ ഞാൻ വന്നത് വേറെ ഒന്നിനും അല്ല, ഒരു ഫ്രിഡ്ജ് വേണമെന്ന്. അപ്പോഴത്തേക്ക് രേവതി ചോദിച്ചു, ഫ്രിഡ്ജോ? നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടല്ലോ, ഇനി എന്തിനാ ഫ്രിഡ്ജ്? ഓ, ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു ഫ്രിഡ്ജിന്റെ കാര്യം, അതുകൊണ്ടായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അതായത് ഫ്രിഡ്ജിന് ഇടയില്ല, അപ്പൊ അതുകൊണ്ട് കുറച്ച് സാധനവും കൂടെ ഒക്കെ മേടിക്കണമല്ലോ, കുറച്ച് സാധനം കൂടെ ഒക്കെ മേടിക്കണമെന്നല്ല, സോറി, കുറച്ച് സാധനം കൂടെ ഒക്കെ വെക്കണമല്ലോ, അതിൻ്റെ കൂടെ പൂമാലയും പൂവൊക്കെ വെക്കണമല്ലോ, അപ്പൊ അതുകൊണ്ടായിരിക്കും എന്ന് രേവതി ഇങ്ങനെ ചിന്തിക്കുക. അപ്പോഴേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അതെ എനിക്കല്ല ഫ്രിഡ്ജ് വേണ്ടത് മഹേഷിനാണെന്ന്. അപ്പൊ മഹേഷിന് ആ ഫ്രിഡ്ജ് വേണ്ടതെന്ന് കേട്ടപ്പോ തന്നെ നമ്മുടെ ശ്രുതിക്കും ഒരു പൂച്ചം. എന്നാ പുച്ഛം? കാരണം ക്യാഷ് ഇല്ലാത്തവരാണല്ലോ ഇവരൊക്കെ വലിയ ക്യാഷ് ഇല്ലാത്തവരായതുകൊണ്ട് തന്നെ പൈസ തരുവോ ഇല്ലയോ എന്നൊക്കെ ഒരു പുച്ഛം. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശ്രുതി പറഞ്ഞു, എന്ത് ഫ്രിഡ്ജാ വേണ്ടതെന്ന് ചോദിച്ചു. കാർഡ് കാണിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ കാർഡൊന്നും കാണിക്കണ്ട, ഞങ്ങള് ഇതിൽ നോക്കിയെടുത്തോളാന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ നമ്മുടെ സച്ചി. അപ്പോഴത്തേക്കും സച്ചിയോട് ഇങ്ങനെ പറയാണ് സുധി, അതെ പൈസ ഉണ്ടല്ലോ അല്ലേ കയ്യിലെന്ന്. അപ്പൊ പറഞ്ഞു, എന്താടാ അങ്ങനെ നീ ചോദിച്ചത്? പൈസ ഇല്ലാതെ ഞങ്ങൾ എന്താ കടയിൽ കയറാൻ? ഞങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? ഞങ്ങളുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ പൈസ ഉള്ളത് കൊണ്ട് തന്നെയാ കടയിൽ കയറിയത്, അല്ലാതെ ഞങ്ങൾ എവിടെ നിന്നും കട്ടുമോഷ്ടിച്ചു ഒന്നും അല്ല ജീവിക്കുന്നതെന്ന് പറഞ്ഞു ഇങ്ങനെ. അത് കേട്ടപ്പോഴത്തേക്കും അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അതെന്താ അങ്ങനെ പറഞ്ഞത്? സച്ചിയേട്ടനും ഇവരൊക്കെ ജോലി ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പം ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടി തന്നെ ഇവർ വന്നെങ്കിൽ അവർ മേടിക്കുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത്? നിങ്ങൾക്ക് ക്യാഷ് കിട്ടിയാൽ പോരെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്നാ പിന്നെ ഫ്രിഡ്ജ് നോക്കാന്നൊക്കെ പറയാണ്. അവിടെ നമ്മുടെ ബീരാനിക്ക ഉണ്ട്, അതോർത്തോളം മീര നിപ്പുണ്ട്. ബീരാനിക്കാനെ മീര ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ബീരാനിക്കയോട് മാറി നിൽക്കാൻ പറഞ്ഞ് മാറ്റി നിർത്താം. അപ്പം ഈ നോക്കി ഫ്രിഡ്ജിന്റെ ഒക്കെ അടുത്തെത്താറാകുകയാണ് നമ്മുടെ മഹേഷും അതുപോലെ തന്നെ സച്ചിയും പിന്നെ നമ്മുടെ രേവതിയൊക്കെ. അപ്പൊ ഇങ്ങനെ അടുത്തടുത്ത് എത്താറായപ്പോഴത്തേക്കും മീര എന്ത് ചെയ്തു? ഒരു കാര്യം ചെയ്യും ബീരാനിക്ക, ഈ ഫ്രിഡ്ജിനകത്ത് കയറി വല്ല ഒളിച്ചിരിക്കുക, അല്ലെങ്കിൽ അവർ കാണും എന്ന മട്ടായി. അങ്ങനെ ഒരു ഫ്രിഡ്ജിനകത്ത് കയറ്റി ഒളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഓരോ ഫ്രിഡ്ജിന് ഇങ്ങനെ നോക്കുന്നു, ഫ്രിഡ്ജിന്റെ വിലയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോഴേക്കും തന്നെ നമ്മുടെ മഹേഷ് പറഞ്ഞു, ഒത്തിരി പൈസയുടെ ഒന്നും വേണ്ട, അത്യാവശ്യം ഒരു ചെറിയ ഫ്രിഡ്ജ് മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കുകയാണ്. അപ്പൊ രേവതി ഒരു ഫ്രിഡ്ജ് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് നല്ല ഫ്രിഡ്ജ് ആണല്ലോ, അത്യാവശ്യം ഇടയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് നമ്മുടെ സച്ചിയുടെ കണ്ണിൽ നമ്മുടെ ബീരാനിക്ക ഇരിക്കുന്ന ഫ്രിഡ്ജ് കണ്ണിപ്പെടുന്നത്. പെട്ടെന്ന് നമ്മുടെ സച്ചി എന്നിട്ട് പറഞ്ഞു, ഈ ഫ്രിഡ്ജ് കൊള്ളാലോ എന്ന്. ബീരാനിക്ക ഉണ്ടെന്ന് നമ്മുടെ സച്ചിക്ക് അറിയത്തില്ലേ. അപ്പൊ ഈ ഫ്രിഡ്ജ് കൊള്ളാലോ എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ഫ്രിഡ്ജ് കൊള്ളാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീര അവിടെ നിൽക്കുകയാണ്. അപ്പൊ മീര അവിടെ നിൽക്കുന്നത് കണ്ടതും നമ്മുടെ രേവതി പറഞ്ഞ, ഇതാരും മീര ഇവിടെ ഉണ്ടായിരുന്നോ? ഞാന് രാവിലെ വന്നതായിരുന്നു, ഒരു ചെറിയൊരു ഫോട്ടോയും കൊണ്ട് വന്നതായിരുന്നു എന്ന് പറയപ്പം, ആണല്ലേ, ഞങ്ങൾ ഒരു ചെറിയ ഫ്രിഡ്ജ് നോക്കാൻ വന്നത്, ഞങ്ങൾക്കല്ല, സച്ചിയുടെ കൂട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, എനിക്ക് ഈ ഫ്രിഡ്ജ് ഇഷ്ടപ്പെട്ടിടാ, ഈ ഫ്രിഡ്ജിന് എത്ര രൂപയാവും എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അതിന്റെ വില പറഞ്ഞപ്പോഴത്തേക്കാണ് മീര നേരെ ശ്രുതിയോട് എന്ന് പറഞ്ഞു, ആ ഫ്രിഡ്ജ് എടുത്താൽ കുഴഞ്ഞു, കാരണം അതിനകത്ത് ബീരാനിക്ക് ഇരിക്കുന്നതെന്ന്. ആകെ പെട്ടുപോയിട്ടോ. സച്ചിക്കാണ് ആ ഫ്രിഡ്ജ് തുറന്നും കാണണം. അയ്യോ, പിന്നെ അങ്ങോട്ട് സച്ചി അത് തുറക്കാൻ വേണ്ടി കിടന്നുള്ള അഭ്യാസങ്ങളാണ്. സച്ചി പറഞ്ഞു, എനിക്കിത് തുറന്ന് കാണണം, ഫ്രിഡ്ജ് മേടിക്കണേ ഞങ്ങളുടെ ഇഷ്ടത്തിനല്ലേ, അപ്പൊ ഞങ്ങൾക്ക് തുറന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ശ്രുതി പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, അത് പിന്നെ ആ ഫ്രിഡ്ജ് വിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ശ്രുതി ചോദിച്ചു, അതെന്താ വിൽക്കാൻ പറ്റത്തില്ലാത്തത് ശ്രുതി? ആ ഫ്രിഡ്ജ് വിൽക്കാൻ വേണ്ടിയല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത്. അതല്ല ശ്രുതി, ആ ഫ്രിഡ്ജ് ഉണ്ടല്ലോ, ആ ഫ്രിഡ്ജ് നമ്മുടെ മീര മേടിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ മീര മേടിക്കാൻ പോവാന്നോ? അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, അത് കൊള്ളാം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രിഡ്ജ് മീര മേടിച്ചാൽ എങ്ങനെ മീര ശരിയാവുന്നത്? ഇതേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് സച്ചു വാശി പിടിച്ചപ്പോഴത്തേക്കും ഓക്കെ കൊടുക്കാന്ന് ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞെങ്കിൽ പിന്നെ EMI ആണ്, ഇപ്പം കുറച്ച് പേയ്മെന്റ് തരാം, ബാക്കി EMI വഴി ഇട്ടോളാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അതൊന്നും ഇവിടെ പറ്റത്തില്ല, ഫുൾ കാശ് റെഡി ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് ഇവിടെ തന്നെയായോ? ഇപ്പൊ എല്ലാ കടയിൽ നിന്നും EMI കിട്ടുന്നതാണല്ലോ, അതെന്താ നിങ്ങളുടെ കടയിൽ മാത്രം EMI ഇല്ലാത്തത്? ഓഹോ, അത് കൊള്ളാലോ എന്ന് ചോദിച്ചു നമ്മുടെ സച്ചു വഴക്കുണ്ടാക്കാൻ തുടങ്ങിയതും മീര പറയുകയാണ്, ഞാൻ ഈ ഫ്രിഡ്ജിന്റെ പൈസ, മീരയല്ല ശ്രുതി തന്നെ പറയുകയാണ്, മീര ഈ ഫ്രിഡ്ജിന്റെ പൈസ ഫുള്ള് തരും, അപ്പൊ പിന്നെ EMI ഒന്നും ഇട്ട് ഞങ്ങൾക്ക് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്ന്. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, എന്നാ പിന്നെ അതല്ലേ നല്ലത്, കാരണം ആ ഒരു പൈസ ഫുള്ള് കിട്ടുന്നതാണല്ലോ നല്ലത് EMI ഇടുന്നേക്കാളും. രൊക്കം പൈസ തരുന്നോണ്ട് അത് മീരയ്ക്ക് കൊടുക്കാൻ നേക്കുകയും അങ്ങനെ സച്ചി രേവതിയും പറഞ്ഞു, എന്നാ പിന്നെ ഞങ്ങൾക്ക് വേറെ ഒരു ഫ്രിഡ്ജും വേണ്ട. രേവതിയല്ല, സച്ചിയും മഹേഷും പറഞ്ഞു, വേറൊരു ഫ്രിഡ്ജും വേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രിഡ്ജ് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനത്തിന് എനിക്ക് ഫ്രിഡ്ജ്, അതുകൊണ്ട് ഞങ്ങൾ വേറെ കടയിൽ പോവാന്നും പറഞ്ഞ് അങ്ങ് പോവുകയാണ് കേട്ടോ. നമ്മുടെ മഹേഷും സച്ചി രേവതിയൊക്കെ പോവുകയാണ്. അങ്ങനെ ഒരു കണക്കിനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ ശ്രുതിയും മീരയൊക്കെ രക്ഷപ്പെടുന്നത്. ഈ ശ്രുതി ആണെങ്കിൽ അപ്പൊ വേറെ എങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു. അപ്പം ബീരാനിക്കനെ ഫ്രിഡ്ജിനകത്ത് നിന്ന് ഇറക്കിയിട്ട് ബീരാനിക്കയോട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പൊക്കോളാനൊക്കെ പറഞ്ഞു. അപ്പൊ ബീരാനിക്ക കുറച്ച് ഉപദേശിക്കുകയാണ് കേട്ടോ, മക്കളെ ഈ കളി നിങ്ങൾക്ക് ദോഷം ചെയ്യും,
കാരണം അത് നിങ്ങൾക്ക് ദോഷം മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരു കള്ളവും ഒത്തിരി നാൾ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. അതെന്തെങ്കിലും മറ നീക്കി പുറത്തു വരും. അതാണ് കള്ളം. കള്ളം ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവനും മൂടി വെക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ മോളെ പറയുന്നത്. ഒരു കാര്യം ശ്രുതി, എനിക്കറിയാം നീ എന്നെ ജോഷി സാറ് പറഞ്ഞിട്ടൊന്നും അല്ല വിളിച്ചിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ അതൊക്കെ പറഞ്ഞ് എന്നെ പറ്റിക്കുന്നതാണെന്നും അറിയാം. പിന്നെ ഞാൻ എൻ്റെ മോളുടെ സ്ഥാനത്തും എൻ്റെ അനിയത്തിയുടെ സ്ഥാനത്തൊക്കെ കാണുന്നത് കൊണ്ടാണ്. മീരേനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അവളെ ഞാൻ എൻ്റെ കുഞ്ഞു പെങ്ങളിനെ പോലെ കാണുന്നതുകൊണ്ടാണ് അവൾ പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത്. അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയല്ല. പിന്നെ ഇനിയും തുടർന്ന് നിന്റെ കൂടെ എന്തിനും ഞാൻ കാണും. പക്ഷേ ഇത് ശരിയല്ല, അത് നീ ഒന്ന് സൂക്ഷിച്ചോണം എന്ന് നമ്മുടെ ബീരാനിക്ക മീരയോടും ശ്രുതിയോടും പറഞ്ഞു കൊടുത്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. അപ്പം നമ്മുടെ ബീരാനിക്കയുടെ വാക്കുകൾ കേട്ടിട്ട് മീരയും പറയുന്നുണ്ട്, ബീരാനിക്ക പറഞ്ഞത് ശരിയാണ് ശ്രുതി, ഇത് എവിടം വരെ പോകുമെന്നറിയില്ല. അതിനു മുമ്പ് നീ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നത്തിൽ അകപ്പെടും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയാണ്, ഇനി എനിക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ. ശ്രുതി ഒരിക്കലും എന്നെ വിട്ടു പോകാൻ പറ്റാത്ത രീതിയിൽ എന്നോട് അടുപ്പം ഉണ്ടാകണമെങ്കിൽ ഇനി ഞങ്ങൾക്കിടയിൽ ഒരു മോൻ വേണം, അല്ലെങ്കിൽ മോള് വേണം, ഒരു കുഞ്ഞിക്കാൽ ഞങ്ങൾക്കിടയിൽ വരണം. ഒരു കുട്ടി ഞങ്ങൾക്കിടയിൽ വന്നാൽ മാത്രമേ ഇനിയിപ്പം ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അത് സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള മനസ്സ് ശ്രുതിക്ക് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനി അതിനുള്ള പ്ലാനുകൾ ചെയ്യാൻ പോകുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഒരു കുട്ടി ശ്രുതിയുടെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാലേ പറ്റൂ. അങ്ങനെയാണ് നമ്മുടെ ശ്രുതി ചിന്തിക്കുന്നത് കേട്ടോ. ഏതായാലും സച്ചിക്കും അതുപോലെ തന്നെ നമ്മുടെ രേവതിക്കും ഭയങ്കര സംശയമാകാണ് ആകെ മൊത്തത്തിൽ. വേറെ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ സച്ചി രേവതിയും സംശയിക്കുന്നത് ബീരാനിക്കാനെ കണ്ട കാര്യം സച്ചിയോട് രേവതി പറയാണ്. അതായത് ഇളയച്ചനെ കണ്ട കാര്യം. അപ്പൊ സച്ചി ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും സച്ചിക്കും ആകെ മൊത്തം സംശയമാണല്ലോ ഈ ഒരു ഇളയച്ചനെ കുറിച്ച്. അപ്പൊ സച്ചി പറയും, എന്തുകൊണ്ട് രേവതി, അത് ഉറപ്പാണ്, എന്തൊക്കെയോ ചെറിയ കള്ളക്കളികളുണ്ട്, അതെനിക്ക് തോന്നുന്നുണ്ട്, നമ്മുടെ പൗഡർ ഇടത്തി അത്രയ്ക്ക് ക്ലിയർ ഒന്നും അല്ലെന്ന്. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിറങ്ങി വന്ന ഉടനെ തന്നെയാണ് നമ്മുടെ ബീരാനിക്ക, അതായത് ഇളയച്ചൻ ഗൾഫിൽ നിന്ന് വിളിക്കുകയാണ്. ചുമ്മാ കാണിക്കുന്നതാണ് കേട്ടോ. ഗൾഫ് പോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ട് സ്റ്റുഡിയോയിൽ പോയിട്ടാണ് വീഡിയോ കോൾ ചെയ്യുന്നത്. അപ്പം ഗൾഫിൽ നിന്ന് വിളിക്കുന്ന പോലെ തോന്നും. അപ്പൊ അങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നു. അപ്പൊ രേവതിയും സച്ചിയും അവിടെ ഉണ്ട്. നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയും അവിടെയുണ്ട്. രവീന്ദ്രനും ചന്ദ്രയും അവിടെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇളയച്ച എന്നൊക്കെ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ചോദിക്കുകയാണ് ചന്ദ്ര, ആരാ മോളെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ ഇളയച്ചൻ വിളിക്കുകയാണ് എന്നിങ്ങനെ പറയാണ്. അപ്പൊ ഇളയച്ചൻ വിളിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ഇളയച്ചൻ എന്നാണോ മാമൻ എന്നാണോ വിളിക്കുന്നത് നമ്മുടെ ശ്രുതി? ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. ഇളയച്ചൻ എന്നല്ലേ വിളിക്കുന്നത്, അതോ ചെറിയച്ചൻ എന്നാണോ? ഇളയച്ചനോ ചെറിയച്ചനോ മാമനോ എന്തെങ്കിലും ആട്ടെ. നമ്മുടെ വീരാനിക്ക വിളിച്ചു. അപ്പം അവിടെ നിന്നാ വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഓടി ചെല്ലുന്നു, സംസാരിക്കുന്നു. അപ്പം ഗൾഫിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇവർ ഓർത്തിരിക്കുകയാണ്. അപ്പൊ രേവതിയും വരുന്നുണ്ട്, സച്ചിയും വരുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഇവരെല്ലാവരും വീരാനിക്കയോട് സംസാരിക്കുന്നുണ്ട്. അപ്പം വീരാനിക്കയും നല്ല രീതിയിൽ തന്നെ ഇവരോട് സംസാരിക്കുന്നു. അങ്ങനെ നമ്മുടെ വീരാനിക്ക ഗൾഫിൽ തന്നെയാന്ന് വരുത്തി തീർക്കണം. അപ്പൊ രേവതി കണ്ടത് വീരാനിക്കയെ അല്ല എന്ന് വരുത്തി തീർക്കണം നമ്മുടെ ശ്രുതിക്ക്. അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നിക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ശ്രുതി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഏതായാലും അച്ഛൻ എന്തിയേ, അച്ഛന് പോലീസ് സ്റ്റേഷനിൽ അല്ലെ ജയിലിൽ നിന്ന് വന്നോന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പം ഇല്ല, വന്നില്ല, ഉടനെ വരും, ഉടനെ റിലീസാകും, പ്രശ്നമൊന്നും ഇല്ല, കേസൊക്കെ ഒതുക്കി തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഫോണിൽ സംസാരിച്ചിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് വീണ്ടും സംശയങ്ങൾ തോന്നുക. കാരണം ഈ ഒരു സമയം ഇത്രയും ദിവസം വിളിക്കാതെ ഈ ഒരു സമയത്ത് നമ്മുടെ ബീരാനിക്ക വിളിക്കണമെങ്കിൽ, അതായത് ശ്രുതിയുടെ ഇളയച്ചൻ വിളിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ തൊന്തരവില്ലേ. ഏതായാലും നമ്മുടെ സച്ചി അടങ്ങിയിരിക്കുന്നില്ല. സച്ചി പറയുകയാണ്, രേവതി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നമ്മുടെ അന്ന് നമ്മളൊരു പൂ കെട്ടിക്കൊടുക്കാൻ നേരത്ത് 501 പൂവ് അങ്ങാണ്ട് കെട്ടിക്കൊടുക്കാൻ നേരത്ത് ആ വണ്ടി മിസ്സായപ്പോ നമ്മൾ എന്ത് ചെയ്തത്, ഒരു ഫോട്ടോ എടുത്ത് മൊത്തം പബ്ലിഷ് ആക്കിയില്ലേ നമ്മള്. അതുപോലെ നമുക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട്, അയാളുടെ ഫോട്ടോ എടുത്തിട്ട് നമുക്കത് മൊത്തത്തിലൊന്ന് വാട്സപ്പിലൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇയാൾ ഇവിടെ ഉള്ളതാണോ എന്ന് അന്വേഷിക്കാം. അപ്പൊ ഇത് കേട്ടു നമ്മുടെ ശ്രുതിക്ക് ആകെപ്പാടെ പേടിയായി പോയി. അങ്ങനെ വല്ലതും ചെയ്താൽ തീർന്നില്ല, ആകെപ്പാടെ തൊന്തരവാണ് പിന്നെ ശ്രുതിക്ക് കേട്ടോ. ഇനിയിപ്പൊ നമ്മുടെ ശ്രുതി ഓരോ ദിവസവും പേടിച്ച് കഴിയേണ്ട ഒരു അവസ്ഥ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ റൂം കെട്ടാനുള്ള കുറച്ച് തത്രപ്പാടിലൊക്കെയാണ്. കാരണം എപ്പോഴും രേവതി സച്ചിൻ വെളിയിലാണല്ലോ. അപ്പം ടർസിന്റെ മണ്ടിൽ റൂം കെട്ടാൻ വേണ്ടി പോവുകയാണ്. അതിന് മുമ്പായിട്ട് തന്നെ മക്കളോട് എല്ലാവരോടും കുറച്ച് പൈസ എല്ലാ മാസവും ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശ്രുതിക്ക് 3000 രൂപയെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ശ്രുതി വലിയ ബിസിനസ്സുകാരനാണ്, പക്ഷെ 3000 രൂപയെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സച്ചിയും ശ്രീകാന്തും 1000 കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയിൽ ഒരു എഞ്ചിനീയർ വന്ന് അളവൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറയാ അത് പറ്റത്തില്ല, ഇവിടെ റൂം കെട്ടാൻ ഞാൻ സമ്മതിക്കത്തുമില്ല, മാത്രമല്ല ഇത്രയും പൈസ 5 ലക്ഷം രൂപയോ, അതെങ്ങനെ നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റും?
ഇവര് മാസം തരുന്നത് കൂട്ടി വെച്ചാലും ഒരു 3 വർഷം ആവില്ലേ പൈസ ആവുമ്പം എന്ന് പറയുമ്പം ഞാൻ കൊണ്ടുപോയി പ്രമാണം പണയം വെക്കാൻ പോവാന്ന് പറഞ്ഞപ്പം നമ്മുടെ ചന്ദ്ര അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പൊ ചന്ദ്ര സമ്മതിക്കാത്ത പക്ഷം അത് പണയം വെക്കാനും പറ്റില്ലല്ലോ. അപ്പൊ രേവതിയും സച്ചിയും പറയാം അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ കിടന്നോളാം, ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയാണ്. അപ്പം അതൊക്കെയാണ് കേട്ടോ. ആകെ മൊത്തത്തിൽ ഇനിയിപ്പം അടുത്ത ആഴ്ച വിഷയങ്ങളുടെ പ്രശ്നങ്ങളുടെ ഒരു ആഴ്ച തന്നെയാണ്. നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം പൊളിച്ചടുക്കി നമ്മുടെ സച്ചി പുറത്തു കൊണ്ടുവരാനൊക്കെ നോക്കുന്നുണ്ട്. ശ്രുതി അത്രയ്ക്ക് വെടുപ്പുള്ള ആളല്ലെന്നും നമ്മുടെ സച്ചിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഏതായാലും അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഇത്രയും സീൻസ് ഒക്കെയാണ് നമുക്ക് അടുത്ത ആഴ്ച ഫുള്ള് കാണാൻ പോകുന്നത്. അപ്പൊ 1 വീക്ക് പ്രമോയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ നാളത്തെ വിശേഷം ഇടണ്ട എന്ന് തോന്നുന്നു, കാരണം ആദ്യം പറഞ്ഞ ആ ഭാഗമൊക്കെ തന്നെയാണ് നാളത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പോവാണ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.